ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇരുമ്പം പുളി അച്ചാറിടാൻ പോവുകയാണേ. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലൊക്കെ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിവിടെ കുറച്ചധികം ഇരുമ്പൻ പുളി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ ആ കറുത്ത ഇതൊക്കെ മാറ്റി അതിൻ്റെ അറ്റവും ഇതൊക്കെ ഒന്ന് കണ്ടിച്ച് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഒരു 2-3 പ്രാവശ്യം കഴുകിയെടുക്കണേ, എന്തെങ്കിലും അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നമ്മളിത് വട്ടത്തിൽ അരിഞ്ഞെടുക്കുവാണേ. ഒരു മീഡിയം കട്ടിയിൽ, വലിയ കട്ടിയാവണ്ട എന്ന് പറഞ്ഞാൽ തീരെ ചെറുതും ആവാത്ത രീതിയിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ മുഴുവൻ ഇരുമ്പൻ പുളിയും ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂണ് ഉപ്പിട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ ഇരുമ്പൻ പുളിക്ക് നല്ല പുളി ആയതുകൊണ്ട് തന്നെ ഉപ്പൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളങ്ങനെ ചെയ്തത്. അതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് നല്ലെണ്ണയിലാണെങ്കിൽ നല്ലെണ്ണയിൽ ഉണ്ടാക്കിയാലും മതിയേ. അപ്പം ഞാൻ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഉലുവ ഇട്ടൊന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഉലുവ പൊട്ടി വന്നപ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂണ് കടുകും കൂടെ ഇട്ട് അതും ഒന്ന് പൊട്ടിച്ചെടുത്തു. പിന്നെ ഞാനിതിലേക്ക് കുറച്ചധികം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലയാണ് ചേർത്തിരിക്കുന്നത്. പച്ചമുളക് ചേർത്തിട്ടില്ല. എൻ്റെ കയ്യിൽ പച്ചമുളക് ഇല്ലായിരുന്നു, അതാണ് ഞാൻ ചേർക്കാഞ്ഞ്. നിങ്ങളെന്തായാലും പച്ചമുളകും കൂടെ ചേർത്ത് ഒരല്പം ഉപ്പിട്ട് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റി ഒന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മുടെ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്നിടം വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇപ്പം നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഒരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 3 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂണ് എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നമ്മൾ പച്ചമുളക് ചേർക്കാത്തത് കൊണ്ടാണ് എരിവുള്ള മുളക് പൊടി ചേർത്തത്, അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി മാത്രം ചേർത്താൽ മതിയേ. പിന്നെ ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി അതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്കും ഞാനിവിടെ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ വെള്ളം ഇതിനകത്ത് ചേർക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് എന്തോരം ഇതിൻ്റെ ചാറായിട്ട് വേണം എന്നുണ്ടെങ്കിൽ അത്രയും വിനാഗിരി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ വിനാഗിരി ഇത്രയും ചേർക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ ഒരല്പം ചൂടുവെള്ളം ചേർത്താലും മതി. വിനാഗിരി തന്നെയാണ് ചേർക്കുന്നതെങ്കിൽ നമുക്ക് ഇത് പുറത്ത് വെച്ചാലും കേടാകത്തില്ല. എന്നാൽ പച്ചവെള്ളമൊക്കെ ചേർക്കുകയാണെങ്കിൽ അത് പൂക്കാനായിട്ട് വേഗം പൂക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. അതിന് ശേഷം ഇതൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ഇരുമ്പൻ പുളി എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതും ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, അത് നിർബന്ധമാട്ടോ, നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മുടെ ഇരുമ്പൻ പുളി അച്ചാറിന്. അപ്പം പഞ്ചസാര ചേർക്കാൻ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, അതെന്തായാലും ഒന്ന് ചേർക്കുക. അതിന് ശേഷം അതും ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു 5 മിനിറ്റും കൂടി നമ്മളിതൊന്ന് അടുപ്പേ വെക്കുന്നുണ്ടേ. അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കണം. പുളിയുള്ളതായതുകൊണ്ട് തന്നെ ഉപ്പ് കുറച്ച് മുന്നോട്ട് നിന്നാലേ കറക്റ്റായിട്ട് ഒന്ന് തണുക്കുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ട് ഉപ്പ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഉപ്പൊക്കെ നോക്കി ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അടിപൊളി അച്ചാർ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഒരു അടുത്ത വീഡിയോ കാണാം.